സംഗമത്തിന് പിന്നിൽ CPM-ന്റെ ദുഷ്ടലാക്കാണെന്നും ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കാൻ നേതൃത്വം നൽകിയവരാണ് LDF ഗവൺമെന്റെന്നും BJP ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യപ്പ സംഗമം CPM-ന്റെ ഒരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. എന്താണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത്? ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും ഏറ്റവും കൂടുതൽ ദ്രോഹം കാണിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ് LDF-ൻ്റെ ഗവൺമെൻറ്. CPM-ൻ്റെ നിലപാട് തന്നെ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് LDF-ൻ്റെ ഗവൺമെൻറ്. വാടകക്കെടുത്തുകൊണ്ട് കൊണ്ടുവന്ന യുവതികളെ മലകയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചതിന് ശേഷം അത് പരസ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അയ്യപ്പ സംഗമത്തിന് പിന്നിൽ CPM-ന്റെ ദുഷ്ടലാക്കാണെന്നും ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ നേതൃത്വം നൽകിയവരാണ് LDF ഗവൺമെന്റ് എന്നും അദ്ദേഹം പറഞ്ഞു. വാടകയ്ക്കെടുത്ത യുവതികളെ ശബരിമലയിൽ കയറ്റി ആചാരങ്ങൾ ലംഘിച്ച് പരസ്യമായി വിളിച്ചു പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. CPM-ന് നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ്. അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയല്ല, LDF-ന്റെ വികസനത്തിന് വേണ്ടിയുള്ളത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിറകോട്ട് പോയിട്ടില്ല ഇതുവരെ. അയ്യപ്പ ഭക്തി സംഗമം ആത്മാർത്ഥമാണെങ്കിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് ഭക്തരോട് മാപ്പ് പറയണം. ആചാര ലംഘനത്തിനെതിരെ പ്രതിഷേധിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം. ഓരോ സംഘടനകൾക്കും അവരുടേതായ നിലപാടുകളുണ്ട്. സംഘടനകൾ CPM-ന്റെ ദുഷ്ടലാക്ക് തിരിച്ചറിയണം. ശബരിമലയിൽ എത്ര പണം ചെലവാക്കിയെന്ന് ധവളപത്രം ഇറക്കാൻ സർക്കാർ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.